പ്രതിദിനം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നയാളും പ്രതിദിനം ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നയാളും ആണോ? അല്ല അല്ല. പക്ഷെ നേരെ മറിച്ച് എനിക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ദൈവം എന്ന് പറഞ്ഞ് എന്താ നിർവചിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ കൂടി എന്തോ ഒന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. കാരണം ഞാൻ കോഴിക്കോടുണ്ടായിരുന്ന 30 കൊല്ലം ഞാൻ എപ്പോഴെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് അമ്പലം അടുത്തുണ്ടായിട്ട് കൂടി. എന്നാൽ കൂടി എനിക്ക് ഒരു വിശ്വാസമുണ്ട്. പിന്നെ കുട്ടിക്കാലത്തെ ഒരു പരിശീലനം കൊണ്ടാവാം, ജീവിതക്രമം കൊണ്ടാവാം, ദൈവത്തിൻ്റെ ഒരു ശക്തി എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളത്. എനിക്ക് ശക്തി എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. ശിവനും ശക്തിയും വന്നപ്പോൾ ശിവരാത്രിയാണ്. ശിവനും ശക്തിയും നമ്മൾ പറയാറുണ്ട്. ശക്തി എന്ന് പറയുമ്പോൾ എനിക്കതിൽ കൂടുതലൊരു വിശ്വാസമുണ്ട്. കാരണം അത് ശാസ്ത്രത്തിൽ എൻ്റെ അമ്മ വളരെ വലിയ ഒരു ദൈവത്തിൽ വളരെ വിശ്വാസമുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പം ഞാൻ ചോദിക്കും, എന്താണിപ്പോൾ ഈ ദിവസേന അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, എപ്പോഴും അവിടെ തന്നെയാണല്ലോ, തൊഴുന്നുണ്ട്, എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും പതിവായി വായിക്കുന്നുണ്ട്, എപ്പോഴും ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പ എന്ന് പറയുന്നുണ്ട്, ഇതെന്താണിതെന്ന്. അപ്പോൾ അമ്മ പറയും അതൊരു ശക്തിയാണെന്ന്. എനിക്ക് ആ ഒരു വാക്കിലാണ് എൻ്റെ വിശ്വാസം കെട്ടിപ്പടുത്തിട്ടുള്ളത്. ആ വാക്കിൻ്റെ മുകളിലാണ്. ശക്തി എന്ന് പറഞ്ഞാൽ, എനർജി എന്ന് പറഞ്ഞാൽ പിന്നെ ശാസ്ത്രത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് എതിർപ്പുണ്ടാവില്ല. പ്രപഞ്ചത്തിന് മുഴുവൻ അതിൻ്റെ പ്രഭവസ്ഥാനം എനർജിയാണ്. ഇപ്പോൾ ബിഗ് ബാങ് തിയറി ആയാലും വോട്ടെവർ ബി ദ തിയറി. അപ്പോൾ നമ്മളിത് എനർജിയായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പിന്നെ പല പ്രശ്നങ്ങളും തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിശ്വാസത്തിലാണ് ഞാൻ. ക്ഷേത്ര ദർശനം അനിവാര്യമല്ല എന്ന് ഒരഭിപ്രായഗതി താങ്കൾക്കുണ്ടോ? ഓ, ക്ഷേത്ര ദർശനം ആവാം എന്നല്ലാതെ അത് അത്യാവശ്യമാണെന്നുള്ളത് എൻ്റെ അനുഭവത്തിലില്ല. അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ ദിവസേന ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥന എന്നുള്ളത് ഏത് രൂപത്തിലോ ആവാം. അത് പരീക്ഷയ്ക്കിരിക്കുന്ന ആളുകൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണേ എന്നുള്ളതാവാം. നേരെ മറിച്ച് വലിയ ഒരു ചിന്താരീതിയാണ് നമ്മൾക്കുള്ളതെന്ന് വെച്ചാൽ ലോകം മുഴുവൻ സുഖം അനുഭവിക്കട്ടെ എന്നുള്ള ഒരു പ്രശസ്തമായ പ്രാർത്ഥനയുണ്ടല്ലോ, അതും ആവാം. അല്ല, പ്രാർത്ഥനയിൽ നിന്ന് ഒരു ആന്തരികമായ ശക്തി ഏത് മനുഷ്യനും ലഭിക്കും എന്നാണോ താങ്കൾക്ക് അഭിപ്രായമുള്ളത്? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ മനോവാക്കർമ്മങ്ങൾ എന്നുള്ളതുണ്ടല്ലോ, അത് വളരെ നിശ്ചലമായി നിർത്തുക, ശാന്തമാക്കി വയ്ക്കുക. ഇന്നത്തെ വാക്ക് മെഡിറ്റേഷൻ എന്നൊക്കെയാണ്. അപ്പോൾ ആ നിലയ്ക്കാവുമ്പോൾ മനസ്സിന് തീർച്ചയായിട്ടും ഒരു ശക്തി കിട്ടും. അതിൽ ശാസ്ത്രം അത് തന്നെയാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പ്രൊഫസർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? ഇപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എത്ര സമയം പ്രാർത്ഥിക്കാറുണ്ട്? വളരെ കുറച്ച് സമയം, 10 മിനിറ്റിലധികം പോവില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ആ സമയത്ത് മാത്രമേ യേശുവിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ എന്നുള്ളതല്ല. അത് പറഞ്ഞ് വരികയാണെങ്കിൽ ഒരു മിസ്റ്റിക്കൽ ഡയമെൻഷനൊക്കെ അതിന് വരും. കാരണം ഈശ്വരനെ പറ്റി എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഈശ്വരമായും തന്നെ. ഈശ്വരമായാണെന്ന് പറയുമ്പോൾ അതൊരു ക്ലീഷയായിരിക്കും. എന്നാൽ കൂടി സത്യമാണ്. പ്രകൃതിയെ കാണുമ്പോൾ നമ്മൾ പ്രകൃതി ഇപ്പോൾ കടൽ തീരത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ സൂര്യാസ്തമനം കാണുമ്പോഴോ മരത്തലപ്പിൽ വെയിൽ വീഴുമ്പോഴോ ഒക്കെ എന്തോ ഒരു സാന്നിധ്യമുണ്ട്. നമ്മളൊക്കെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ് അതൊക്കെ. അപ്പോൾ സന്തോഷം തരിക എന്ന് പറയുമ്പോൾ ഈശ്വരൻ ആനന്ദമയാണെന്നൊക്കെ ഫിലോസഫി പറയുമല്ലോ, അതിൻ്റെ ഒരു അംശം തന്നെയാണ് ഇതിലൊക്കെ വരുന്നത് എന്നുള്ളത് ആണ് എനിക്ക് തോന്നാറുള്ളത്. ഇത് പറയുമ്പോൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇതിനെപ്പറ്റിയൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. എന്നാൽ കൂടി ഇതുള്ളൊരു സത്യമാണ്. നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഉദയസമയത്ത് പിന്നെ എന്തുകൊണ്ട് മനസ്സിനൊരു ശാന്തി വരുന്നു, എന്തുകൊണ്ട് ഇതിൻ്റെ ഈ ആഹ്ലാദത്തിൻ്റെ സോഴ്സ് എന്താണ് എന്നാലോചിക്കുമ്പോൾ നമുക്ക് വേറെ ഉത്തരമൊന്നും വേണ്ട. അത് ആനന്ദമയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അംശം നമ്മളിൽ എത്തുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. ഈശ്വരനിൽ വിശ്വാസം ഉണ്ടായിരിക്കുകയും എന്നാൽ ഈശ്വരനുണ്ടെന്ന് തുറന്ന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന മനോഭാവമുള്ള ബുദ്ധിജീവികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ആത്മവഞ്ചനാപരമായ ഒരു സമീപനത്തെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു പ്രൊഫസർ എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ബുദ്ധിജീവികൾക്ക് ബുദ്ധി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്
നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. കാരണം ഇതിപ്പോൾ യുക്തിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ബുദ്ധിജീവികൾ പൊതുവെ ആലോചിക്കുക. അപ്പോൾ യുക്തി എത്രത്തോളം എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ ഐൻസ്റ്റൈൻ കൂടിയും പിന്നെ ദൈവം ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് ദൈവമില്ല എന്ന് പറയുമ്പോൾ അത് ഒരർത്ഥത്തിൽ ശരിയാവാം. നിങ്ങൾക്കത് പെട്ടെന്ന് ഇപ്പോൾ ഒരു പിന്നെ എന്താ പറയേണ്ട ഒരു കച്ചവടക്കാരൻ്റെ മാതിരിയാണ്, അല്ലെങ്കിൽ നമുക്ക് ദിവസേന ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് തരുന്ന അല്ലെങ്കിൽ പാല് കൊണ്ടുവന്ന് തരുന്ന ആളെ രൂപത്തിലാവണമെന്നില്ല. ആ നിലയ്ക്ക് ശരിയായിരിക്കാം. പക്ഷേ എനിക്കത് വേറൊരു തലം കൂടി ഉണ്ട് അതിനാണ് തോന്നുന്നത്. കാരണം ദൈവം എവിടെയുണ്ട് എന്ന് ടാഗോർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധിജി വേറൊരു പിന്നെ സന്ദർഭത്തിൽ തന്നെ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാവങ്ങളുടെ മുമ്പിൽ ദൈവം അപ്പമായിട്ടാണ് പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. ആ നിലയ്ക്ക് ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണമില്ല എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ യുക്തിവാദികൾക്ക് കൂടി ഈ തലത്തിൽ ആലോചിക്കുമ്പോൾ ഒരു ദൈവനിരാസം എന്നുള്ളത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് അവരെ വിമർശിക്കുന്നതിന് പകരം അവരെ ഈ വഴിക്കുള്ള യുക്തിക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാവും നമ്മളുടെ ആലോചനയുടെ ആവശ്യം എന്ന് തോന്നുന്നു.